ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് പാലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. ഇത് 2 ഗ്ലാസ് അരി ഞാനൊരു 7-8 മണിക്കൂർ കുതിർത്തിട്ട് വെച്ചേക്കുന്നതാണ്. 2 ഗ്ലാസ് അരി, അരമുറി തേങ്ങ വേണേ, പിന്നെ കുറച്ച് ചോറിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഗ്ലാസ് അരിക്ക് ഞാൻ ഇതുപോലെ നമ്മൾ ചോറ് വിളമ്പുന്ന ആ സ്പൂണില്ലേ, ആ 1 സ്പൂൺ നിറച്ച് ചോറെടുക്കും. 1 ഗ്ലാസ് അരിക്ക് 1 സ്പൂണ്, 2 ഗ്ലാസ് അരിക്ക് 2 സ്പൂൺ, അങ്ങനെയാണേ. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഈസ്റ്റ് വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. മിക്സിയുടെ ഈ ജാറിലോട്ട്, വലിയ ജാറില്ലേ, അതിലോട്ട് നമ്മൾ ഈ അരി കഴുകി വെച്ചേക്കുന്ന അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. പകുതി അരി, 2 ഗ്ലാസ് എടുത്തേക്കുന്നത്, അപ്പോൾ 1 ഗ്ലാസ് അരി ഇങ്ങോട്ട് ഇടണേ. എന്നിട്ട് നമ്മൾ ഇത് പാലപ്പത്തിനുള്ളതാണ്. ഇത് അരിയുടെ നെകയ്ക്ക് വെള്ളം കൂടിയും പോകരുതേ. അരിയുടെ നെകയ്ക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ നിറച്ച് വേണേ. തേങ്ങയില്ലേ, നമ്മൾ ആ തേങ്ങയും കൂടി ഇതിനകത്ത് ഇട്ടേക്കണേ. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ വലിയൊരു ചരുവാണ് ഞാൻ എടുത്തേക്കുന്നത്, ഇത് അരച്ച് വെക്കാനേ. എന്നിട്ട് ആദ്യം നമ്മൾ അരച്ച് അതിങ്ങോട്ട് ഒഴിക്കും. ഒരുപാടങ്ങ് വെള്ളം പോലെ ആകരുത്. ഞാനിപ്പോൾ ഒഴിച്ചപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ടൊന്നും മനസ്സിലായിട്ടുണ്ടല്ലോ. ആ അരിയുടെ നെകയ്ക്ക് വെള്ളം ഒഴിച്ചാൽ മതിയേ. ഇനി ബാക്കി ഇരിക്കുന്ന ഈ അരിയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അരിയുടെ പകുതി വേണം ആദ്യം അരച്ചെടുക്കാനേ. അരിയുടെ പകുതിയും പഞ്ചസാരയും പിന്നെ ആ തേങ്ങയും എല്ലാം കൂടെ നമ്മൾ ആദ്യം ഇടണം. അതിനുശേഷം രണ്ടാമത് ഇടുമ്പം വേണം നമ്മൾ ആ ചോറ്. കാരണം ഈ ചോറ് ഇടുമ്പോഴുണ്ടല്ലോ കുറച്ച് കുറുകി വരും. അപ്പം നമുക്ക് കുറച്ചുകൂടെ വെള്ളം അതിനകത്ത് ചേർക്കണം. അതായത് ആദ്യം അരയ്ക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ വെള്ളം നമ്മൾ രണ്ടാമത് അരയ്ക്കുമ്പം ചേർക്കും. കണ്ടോ, ആദ്യം അരച്ചപ്പോൾ ആ നെകയ്ക്കേ വെള്ളം ഒഴിച്ചുള്ളൂ. രണ്ടാമത് അരച്ചപ്പം അതിൻ്റെ മുകളിലായിട്ട് ഒരു കുറച്ചുകൂടെ വെള്ളം ഞാൻ അധികം ചേർത്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഈ ചോറ് അരയ്ക്കുമ്പോഴേ അല്ലെങ്കിൽ വല്ലാതെ അങ്ങ് കുറുകിപ്പോവും. ഇത് ഞാൻ ഒരു പകുതി അരച്ചിട്ട് ഞാൻ ഇതിനകത്ത് ചോറെടുത്തുള്ളേ. ഇത് ഞാൻ ആദ്യം ഒന്ന് അരയ്ക്കും. രണ്ടാമത്തെ പ്രാവശ്യം അരച്ച അരി ഞാൻ ഒരുമാതിരി ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പകുതി മുക്കാലും അങ്ങ് അരയും. അതിനുശേഷം നമ്മൾ ഈ ചോറ് 2 സ്പൂൺ ചോറ്, അതായത് നമ്മൾ ചോറ് നമ്മൾ കഴിക്കാൻ എടുക്കത്തില്ലേ, അപ്പം വിളമ്പുന്ന ആ ഒരു പരുന്ന ആ സ്പൂണ് 2 സ്പൂൺ ചോറാണിത്. 2 ഗ്ലാസ് അരിക്ക് 2 സ്പൂൺ ഇത് വിട്ട് ഇനി നമുക്ക് ആ ഈസ്റ്റും കൂടി ഇപ്പം ചേർത്ത് കൊടുക്കണേ. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുക്കുന്നത്. ഇതുപോലെ ഒരു സ്പൂണിന് 1 സ്പൂൺ, ഇതുപോലത്തെ ചെറിയ സ്പൂണാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ടങ്ങ് അരച്ചെടുത്തോണ്ട് വരാം. നമ്മൾ ആ പകുതി അരി ബാക്കിയുള്ളത് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല കുറുകിയ ഒരു ബാറ്ററാണ് കിട്ടിയേക്കുന്നത്. നമ്മൾ ഇതിനകത്ത് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു, പക്ഷേ ആ ചോറ് ഇടുമ്പം ഇതുപോലെ കുറുകി വരും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇതിനകത്തോട്ട് ഈ മാവ് നല്ല പോലെ ഇത് മിക്സ് ചെയ്യണം കേട്ടോ. കാരണം രണ്ടാമത്തെ പ്രാവശ്യമല്ലേ നമ്മൾ ഈസ്റ്റ് ഇട്ടത്, അപ്പം എല്ലാ മാവിലും അത് നന്നായിട്ട് മിക്സ് ആകണം. അതുകൊണ്ട് നല്ലൊരു സ്പൂൺ ഇട്ട് നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണേ. ചിലർക്ക് മധുരം, ഈ അപ്പത്തിന് കുറച്ച് കൂടുതൽ മധുരം ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തോണേ. ഇതിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ അതിനകത്ത് ഇട്ടിട്ടുള്ളൂ. ഇതൊരു ലൈറ്റ് ഒരു മധുരമേ ആകത്തുള്ളേ. കുറച്ചുകൂടി മധുരം വേണേൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച ഒരു 7-8 മണിക്കൂർ കഴിയുമ്പോഴത്തേന് നല്ല പോലെ പൊങ്ങി വരും. ഞാൻ ഇത്രയും വലിയ ചരുവ് എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് പൊങ്ങി വരും. അതുകൊണ്ടാണ്
ഇത്രയും വലിയ ചരുവ് എടുക്കുന്നത് കേട്ടോ. അല്ലെ പിന്നെ ഈ പൊങ്ങുമ്പോൾ ഉണ്ടല്ലോ, പൊങ്ങിയിട്ട് ഇതെല്ലാം 4 വശത്തൂടെയും പുറത്തോട്ട് വരും. അപ്പൊ എപ്പോഴും നമ്മൾ വലിയ പാത്രത്തിൽ വേണം മാവ് അരച്ചു വെക്കാൻ. ഇപ്പൊ രാത്രി അരച്ചു വെച്ചാൽ പിറ്റേന്ന് രാവിലത്തേക്കുള്ള അപ്പമാവും കേട്ടോ. ഇതിപ്പോ ഞാനിപ്പം ഇവിടെ രാവിലെ എടുത്തേക്കുന്നേ. അപ്പൊ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇത് റെഡിയാവും. ഇത് പൊങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനകത്ത് ഉപ്പൊക്കെ ചേർക്കത്തുള്ളൂ കേട്ടോ. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 7-8 മണിക്കൂർ കഴിയുമ്പോഴത്തേന് നമുക്കിത് തുറന്നു നോക്കുമ്പോൾ നന്നായിട്ട് ഇത് പൊങ്ങിയിരിക്കുന്ന കാണാം കേട്ടോ. ആ സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ആ സമയത്ത് നമ്മൾ ഒരു സ്വല്പം നോക്കത്തില്ലേ ടേസ്റ്റ്, ആ പഞ്ചസാര കുറവുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആ സമയത്ത് പൊങ്ങി വരുമ്പോൾ ഇതുപോലെ ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടെ നമ്മൾ അടച്ചു വെക്കും. അപ്പോഴായിരിക്കും നന്നായിട്ടത് പൊങ്ങി വരുന്നത് കേട്ടോ. വൈകിട്ട് ഞാൻ കാണിക്കാവേ. നമ്മളിവിടെ പാലപ്പത്തിന് അരച്ച് വെച്ചിട്ട് ഒരു 8 മണിക്കൂറായിട്ടുണ്ടേ. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടേ. ഇത് കണ്ടോ, നല്ല പോലെ പൊങ്ങി നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം. ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ പഞ്ചസാര വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ അരച്ചതിന് ശേഷം പിന്നീട് നമ്മൾ മധുരം നോക്കുമ്പോൾ മധുരം നിങ്ങൾക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ ഉപ്പിടുന്ന സമയത്ത് കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് ഇളക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അരയ്ക്കുമ്പം തന്നെ കുറച്ചുകൂടെ പഞ്ചസാര ചേർക്കാവുന്നതേ ഉള്ളേ. നമ്മളിങ്ങനെ ഇളക്കി വെച്ചിട്ടുണ്ടല്ലോ, ഒരു 15 മിനിറ്റ് വീണ്ടും അടച്ചു വെക്കണം കേട്ടോ. അന്നേരത്തേന് ഇത് നല്ല പോലെ പൊങ്ങി നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് തയ്യാറാക്കാം. ഇനി ഒരു 15 മിനിറ്റും കൂടെ നമ്മൾ അടച്ചു വെച്ചേക്കണം. ഇതുപോലെ അന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി, അത് തന്നെ പൊങ്ങി വന്നോളും കേട്ടോ. അതിനുശേഷം ഞാൻ പാലപ്പം ഉണ്ടാക്കി കാണിക്കാവേ. ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കലക്കി പിന്നെയും വെച്ചില്ലേ, ഒരു 15-20 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ പൊങ്ങി വരും കേട്ടോ. ഇനി നമുക്കൊരു അപ്പച്ചട്ടി വെച്ച് ഗ്യാസ് ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഒഴിച്ച് പാലപ്പം ഉണ്ടാക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടിത് ഈ പാലപ്പം ആണേലും പല ഷേപ്പിൽ ഉണ്ടാക്കാം. നമുക്ക് പൂ പോലൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഒരു 2 മിനിറ്റ് വെച്ചാൽ പാലപ്പം റെഡിയാണ്. ഞാനിപ്പോൾ സിമ്മിലാണ് വെച്ചേക്കുന്നത്, ഒട്ടും ഫ്ലെയിം കൂട്ടിയിട്ടില്ല കേട്ടോ. നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. നമ്മുടെ നല്ല സോഫ്റ്റ് പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇത് കിട്ടും, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഞാൻ ഈ പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എടുക്കുന്ന കറി എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തരച്ച ഗ്രീൻ പീസ് കറിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിന് കേട്ടോ. നമ്മളെപ്പോഴും ചിക്കൻ സ്റ്റൂ അല്ലെങ്കിൽ മട്ടൺ സ്റ്റൂ അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റൂ, ഗ്രീൻ പീസ് കുറുമ അതൊക്കെ കൂട്ടിയല്ലേ നമ്മൾ പാലപ്പം കഴിക്കുന്നത്. ഇത് തേങ്ങ വറുത്തരച്ച ഗ്രീൻ പീസ് കറിയാണ്. വേറൊരു ടേസ്റ്റാണ് ഇതിന്, നല്ല രുചിയാണ് കേട്ടോ. വ്യത്യസ്തമായ രുചികളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് ഭക്ഷണം മടുക്കാതിരിക്കുന്നത് അല്ലേ. എന്നും ഒരേപോലത്തെ കറികൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. ഇങ്ങനെ വ്യത്യസ്തമായ രുചികളിലുള്ള ഡിഷസൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫുഡിനോട് ഒരുപാട് ഇഷ്ടവും കഴിക്കാനും ഒക്കെ തോന്നുമേ. അപ്പോൾ അത് നിങ്ങൾ ഈ പീസ് കറിയും കൂടെ ട്രൈ ചെയ്യണം. ഞാൻ എൻ്റെ ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, തേങ്ങ വറുത്തരച്ച ഗ്രീൻ പീസ് കറി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.